സിബിൽ സ്കോർ കുറവുള്ളവർക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൊടുക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അവർ അത്യാവശ്യത്തിന് അത് നോക്കത്തില്ല, എടുക്കും, പിന്നെ തിരിച്ചടവ് വരുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത്. ഇതുപോലെ ഈ ലോണിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇപ്പൊ ഫോണിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറയുന്ന കുറെ കമ്പനികളുണ്ട്, എവിടെന്നോ പൊട്ടിമുളച്ച കുറെ കമ്പനികൾ. ഇതിലൊക്കെ ആളുകൾ ചെന്ന് ചാടുന്നുണ്ട്. എന്താ സംഭവം ഇത് നടക്കുന്നത്? ഇത് നമ്മുടെ നിയമത്തിന് കുറച്ച് ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മണി ലെൻഡിങ് ആപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ RBIയുടെ സൈറ്റിൽ ഇവനെ കാണാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വഴി ആപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ ഫണ്ട് എടുക്കുന്നു. ഫണ്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതിനുള്ള ആക്സസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഫോണിൽ നമ്മുടെ ക്യാമറ, മൈക്രോഫോൺ എന്തൊക്കെ യൂസ് ചെയ്യാവോ അതെല്ലാം കോൺടാക്ട് ഒക്കെ യൂസ് ചെയ്യാനുള്ള ആക്സസ് നമ്മൾ കൊടുക്കും. ഫണ്ട് എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പണി കിട്ടുക. നമ്മൾ ഫണ്ട് തിരിച്ചടച്ചാൽ പോലും ഇവർ ഇതിനകത്ത് വെക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 30-40% ഈ അടച്ചില്ല. ഒരു പേയ്മെന്റ് നമ്മൾ തെറ്റിച്ചു, അടച്ചില്ലെങ്കിൽ അതിന്റെ പേര് ചാർജ് ചെയ്യുന്ന 60-70% പക്ഷെ 1000 രൂപ എടുക്കുന്നവന് 70% പലിശയോ അതിന്റെ എന്താണ് പറയുന്നത്. അപ്പൊ എമൗണ്ട് എത്രയായി? അപ്പൊ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കും. ഞാൻ തിരിച്ചടക്കത്തില്ലെന്ന് പറയും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭീഷണി എന്ന് പറയുന്നത് അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റൂ? തീർച്ചയായിട്ടും അവർ നല്ലൊരു കമ്പനിയെ സംബന്ധിച്ച് ലീഗലി മൂവ് ചെയ്യാം. ഓക്കെ, ലീഗലി മൂവ് ചെയ്തിട്ട് സിബിൽ സ്കോർ ആരാണോ ലോൺ എടുക്കുന്ന ആളുടെ സിബിൽ സ്കോർ താക്കാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കേസായിട്ട് തന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മണി ലെൻഡിങ് ആപ്സ് ആക്ച്വലി അതല്ല ചെയ്യുന്നത്. ഇവർ ഭീഷണിപ്പെടുത്തുക, നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ പൈസ ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, കള്ളനാണ്, നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളെ വിളിക്കാൻ പറയൂ എന്നൊക്കെ പറയും. ഇതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള ഇതൊന്നും നിയമമൊന്നും ഇല്ല. ഇതാ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് കയറിപ്പറ്റിട്ട് എപ്പോഴും RBIക്കോ സെബിക്കോ ഒക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരിതൊക്കെ ചെയ്യും. ഓരോരോ കേസുകൾ പൊങ്ങി വരുമ്പോഴാണ് ഇവരിത് നോക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. പണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ RBIയിൽ ഉൾപ്പെടാത്ത ഇങ്ങനത്തെ മണി ലെൻഡിങ് ആപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. നമ്മൾ പൈസ എടുത്തു ഞാൻ തിരിച്ച് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ? RBIക്ക് ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുക്കാം. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഈ പറഞ്ഞ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ കൺസ്യൂമർ കോർട്ടിലും പോകാൻ പറ്റും. അപ്പൊ അവർക്ക് നമുക്കെതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അവരുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ അത് തിരിച്ചടച്ചിട്ടുണ്ട്, പലിശ അടച്ചിട്ടുണ്ട്. പിന്നെയും പൈസ ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാം. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ RBIയിൽ ഒന്നും രജിസ്റ്റർ ചെയ്യാത്ത ഏതോ ഒരു മണി ലെൻഡിങ് ആപ്പിൽ ഞാൻ പൈസ എടുത്തു. ഞാനത് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് നമുക്കെതിരെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അവർ പറയുന്നത് നമ്മുടെ കോൺടാക്റ്റുകളും നമ്മുടെ ഫോണിന്റെ ഡേറ്റ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന ഈ കേസിൽ തന്നെ അങ്ങനെയുള്ള ആപ്ലിക്കേഷനാണ് ഈ പ്രശ്നം നടത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ രജിസ്റ്റേർഡ് അല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ ഫോണിലെ ഡേറ്റ ആക്സസ് ചെയ്തിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഫണ്ട് വാങ്ങിക്കും. സ്കാം, പക്ക സ്കാം. അത്രേ ഉള്ളൂ പറയാൻ, അതിനെപ്പറ്റി പറയാൻ സ്കാം, അത്രേ ഉള്ളൂ. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സാധാരണക്കാരന് നല്ല രീതിയിൽ മാന്യമായി ജീവിച്ചു പോകണമെങ്കിൽ ഏത് രീതിയിലായിരിക്കും മണി മാനേജ്മെന്റ് നടത്തുക എന്നായിരിക്കും